നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ പതിപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. വാർത്തയിലേക്ക്. CPM-നെ ഒരു കത്ത് പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒരു പുതിയ നാടകവുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. മുഹമ്മദ് ഷർഷാദാണ് ഈ നാടകത്തിന്റെ സംവിധായകൻ. അതായത് ഷർഷാദ് കൊടുത്തിട്ടുള്ള ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ഗോവിന്ദ മാഷിനെതിരെ, ഗോവിന്ദ മാഷിന്റെ മകനെതിരെ, രാജേഷിനെതിരെ, അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങി CPM-നെ ഇപ്പൊ അങ്ങ് തീർത്തു കളയും എന്ന രീതിയിൽ മാതൃഭൂമിയും മനോരമയും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങിയപ്പോ ഈ മുഹമ്മദ് ഷർഷാദിന്റെ ഭാര്യ ഉണ്ടല്ലോ, രത്തീന, ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടി തന്നെ ഈ നാടകം തീർന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും രത്തീനയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ചെന്നൈയിലെ വ്യവസായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കത്ത് നാടകത്തിലെ എന്റെ റോഡിനെ കുറിച്ച് കുറേയധികം ആഖ്യാനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലും ഈ കാണുന്ന വാർത്തകളൊക്കെയും ഞാനും ഈ വ്യവസായം തമ്മിലുള്ള കുടുംബ വഴക്കും വ്യക്തി വൈരാഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ടും കൂടിയാണ് ഈ പോസ്റ്റ്. എന്നെ നാറ്റിക്കും, സരിതയെയും സ്വപ്നയെയും പോലെ എന്നെയും മാധ്യമങ്ങളെ കൊണ്ട് വേട്ടയാടിക്കും, ചുറ്റുമുള്ള ആളുകളെ അകറ്റും, സിനിമ കിട്ടാത്ത അവസ്ഥയുണ്ടാക്കും, നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത പരുവത്തിലാക്കും എന്നൊക്കെ ഭീഷണികൾ എനിക്ക് നിരന്തരം കിട്ടാറുണ്ട്. വോയിസ് മെസ്സേജുകൾ അടക്കം ഞാൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിൽ കോടതി ശിക്ഷിച്ച പോലീസ് നോൺ ബെയിലബിൾ കുറ്റം ചാർത്തിയിട്ടുള്ള പ്രതിയാണ് ഈ വ്യവസായി. നിരന്തരമായ ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനത്തെ തുടർന്ന് ഈ പറയുന്ന വ്യക്തിയുമായുള്ള ബന്ധം ഏകദേശം 2020 കാലഘട്ടത്തിൽ ഞാൻ അവസാനിപ്പിച്ചതാണ്. തുടർന്നും മാനസികമായി ടോർച്ചർ ചെയ്ത് സിനിമ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ 2021 മാർച്ചിൽ കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ തന്നതിന് ശേഷമാണ് എന്റെ ആദ്യ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് തുടങ്ങിയ നിയമ പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഇയാൾ കോടതിയെ അനുസരിക്കുകയോ കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുകയോ ചെയ്തിട്ടില്ല. ഇയാൾ എന്റെ പിതാവിനെ ഗ്യാരണ്ടറാക്കി ഒരു ലോൺ എടുത്തു. അത് അടയ്ക്കാതെ അടച്ചെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു. പിന്നീട് ഗ്യാരണ്ടർ എന്റെ പിതാവായതിനാൽ എന്റെ കുടുംബ വീട് ജപ്തി നടപടിയിലേക്ക് എത്തി. 2,65 ലക്ഷം രൂപ അടയ്ക്കണം. ഈ പറയുന്ന വ്യവസായി ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി. ഏതൊരാളെ പോലെ ഞാനും കരഞ്ഞു. അന്ന് മന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറിനെ കണ്ടു. ജപ്തി നടപടികൾ തൽക്കാലം നിർത്തി എനിക്ക് കുറച്ച് സമയം സാവകാശം വാങ്ങി തന്നു. പക്ഷേ വ്യവസായി അടച്ചില്ല. സമ്മർദ്ദത്തിൽ ആയെന്ന് കണ്ടപ്പോൾ എനിക്കെതിരെ അവിഹിത ബന്ധം ആരോപിച്ചു. ഞാൻ ലോൺ അടയ്ക്കാൻ ഓടി നടക്കുമ്പോൾ അയാൾ ആ സമയം എന്റെ സിനിമ പൊളിക്കാനും അവിഹിത കഥകൾ ഉണ്ടാക്കാനും നടന്നു. പണമടച്ച് ജപ്തി ഒഴിവാക്കിയപ്പോൾ ആ ബാങ്കിനെതിരെ ഇയാൾ പരാതി കൊടുത്തു. ഈ പണം എന്റെ സ്വർണവും സ്ഥലവും വിറ്റും എന്റെ കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് ഉണ്ടാക്കിയതുമാണെന്ന് എന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാമല്ലോ. കോടതിയിൽ നിലനിന്നിരുന്ന ഡൊമസ്റ്റിക് വയലൻസ് കേസിൽ ഇയാൾ ക്രോസിന് ഹാജരായില്ല. കേസ് പിൻവലിച്ച് പറയുന്നത് അനുസരിച്ചില്ലേൽ വർഗീയ കലാപം ഉണ്ടാക്കും, അതോടെ നാട്ടുകാർ എന്നെ ശരിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കോടതി നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ വിധി വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു യൂട്യൂബ് ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു. മമ്മൂക്കയെ അവഹേളിച്ചു. പക്ഷേ ബോധമുള്ള മലയാളികൾ അത് പുച്ഛിച്ചു തള്ളി. മീഡിയ ഏറ്റെടുത്തില്ല. ഇയാൾ എത്രത്തോളം ക്രൂരനാണ് എന്ന് കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. 2024 നവംബർ 29 എനിക്ക് അനുകൂലമായി വിധി വന്നു. എനിക്കെതിരെയോ ബന്ധുക്കൾക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കെതിരെയോ നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയോ ഒരു തരത്തിലും മോശമായ പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു. ഉറപ്പുവരുത്താൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ എനിക്ക് 2,20 ലക്ഷം രൂപയും 6 മാസത്തിനകം തിരിച്ചു തരാൻ ഉത്തരവാക്കി. എന്നാൽ ഇത് വരെ അയാൾ ഇതൊന്നും പാലിച്ചിട്ടില്ല. കൂടാതെ കുടുംബ കോടതിയിൽ ഞാൻ കൊടുത്ത ഡിവോഴ്സ് കേസ് 2024 നവംബറിൽ ഡിവോഴ്സ് അനുവദിച്ച് വിധി വന്നു. അതിനോടൊപ്പം തന്നെ കോടതി എനിക്ക് കുട്ടികളുടെ സമ്പൂർണ്ണ കസ്റ്റഡിയും അനുവദിച്ചു തന്നു. ആ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട ജീവനാംശം പോലും കൊടുക്കാത്തയാളാണ് ഈ വ്യവസായി. കുഞ്ഞുങ്ങളുടെ ID കാർഡുകൾ, പാസ്പോർട്ട് എല്ലാം തിരിച്ചു തരാൻ കോടതി നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അയാൾ തന്നിട്ടില്ല. പക്ഷേ ഇന്നിതുവരെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, എന്നെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഇയാൾ നിരന്തരം അവഹേളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കെതിരെ രാജേഷ് കൃഷ്ണ കേസ് കൊടുത്തപ്പോൾ എന്റെ സഹോദരിയെ കുറിച്ച് മോശമായ കഥകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെയും തെളിവുകളായുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ ഡ്രാമ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നെ നാട്ടുകാർക്കിടയിൽ ഇട്ടുകൊടുത്ത് ദ്രോഹിക്കാനാകണം. ആദ്യം സിനിമ വെച്ച് ഒരു ട്രയൽ നോക്കി ഏറ്റില്ല. അപ്പോൾ ആരോ ഉപദേശിച്ച ബുദ്ധിയാകണം. പാർട്ടിയെ കുറിച്ച് പറഞ്ഞാൽ മീഡിയ വീട്ടുപടിക്കൽ വരുമെന്ന്. ഏതായാലും ഞാൻ കഴിഞ്ഞ
തവണ കൊടുത്ത ഒരു കേസിൽ ഇയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിരുന്നു. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ആ കേസിൽ അയാൾ ഹാജരായില്ല. വിവാഹമോചനം ചെയ്തിട്ടും പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിരുന്നിട്ടും എനിക്ക് ഇപ്പോഴും ഇയാളെ കൊണ്ട് ഉപദ്രവമാണ്. വ്യവസായി എന്ന് പറയുന്നത് പോലും നാളെ ഫണ്ട് തട്ടിക്കാനുള്ള മാർഗം മാത്രമാണ്. എന്താണ് വ്യവസായം? ആരെങ്കിലും തുടരുന്ന വ്യവസായത്തിൽ ജോലിക്ക് നിന്ന് അവരുടെ മാർക്കറ്റ് മനസ്സിലാക്കി ആരെയെങ്കിലും പറ്റിച്ച് ഫണ്ട് ഉണ്ടാക്കി അതേ വ്യവസായം തുടങ്ങും. ഫണ്ട് തീരുമ്പോൾ അടുത്ത കമ്പനിയിൽ പോകും, ആവർത്തിക്കും. ഇയാൾ സാമ്പത്തികമായി എന്നെ മാത്രമല്ല പറ്റിച്ചിട്ടുള്ളത്, ഇയാൾ സാമ്പത്തികമായി വലിയ തോതിൽ പറ്റിച്ച ആളുകൾ ചെന്നൈയിലും ദുബായിലും പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും കൊച്ചിയിലുമുണ്ട്. പലരും അത് അറിയിച്ചിട്ടുമുണ്ട്. അവരെ പറ്റിച്ച പോലെ ഇനിയും കള്ളക്കഥകൾ പറഞ്ഞ് കൂടുതൽ പേരെ പറ്റിക്കും. പറ്റിക്കപ്പെട്ടവർ ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ അവരോടാണ് ആ പണം പോയതാണ്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിയമപരമായി മുന്നോട്ട് പോവുക. എനിക്കൊരു കള്ള ഇടപാടുമില്ല. എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടുമില്ല. എനിക്ക് ഗോവിന്ദ മാഷിനെയോ അദ്ദേഹത്തിന്റെ മകനെയോ പരിചയമില്ല. ചില പെൺകുട്ടികൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഡിവോഴ്സ് ചെയ്താൽ പോരെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാനാണ്. ഞാൻ ഇയാളുടെ ടോർച്ചർ സഹിക്കവയ്യാതെ ഡിവോഴ്സ് ചെയ്തതാണ്. പൊരുതി ജീവിക്കുന്നവരെ ഇയാളെപ്പോലുള്ളവർ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കും. കൊല്ലാക്കൊല ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? ചിലർ തളർന്ന് ചത്തുകളയും. ഇപ്പോൾ ഞാൻ സുരക്ഷിതയല്ല. അടുത്ത കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ്. കോടതി വിധിച്ച പണം ഉടനടി ഈ വ്യവസായിയിൽ നിന്ന് കോടതി വാങ്ങിത്തരുമെന്ന് വിചാരിക്കുന്നു. എനിക്കും മക്കൾക്കും കോടതി നിർദ്ദേശിച്ച സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ പോലീസ് തയ്യാറാകണം. എന്നെ വേട്ടയാടി ഞാൻ ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് ദുഃഖമാചരിക്കാൻ അവസരം തരുമെന്ന് കരുതണ്ട. ഞാനും മക്കളും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും. വാൽകൃഷ്ണമായിട്ട് പറയുന്നു. കമന്റിൽ കോടതി വിധിയും എഫ്ഐആർ കോപ്പിയും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മുഹമ്മദ് ഷർഷാദിന്റെ ഉദ്ദേശം എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും. മുഹമ്മദ് ഷർഷാദ് നേരത്തെ മറുനാടൻ മലയാളിയിൽ ഇരുന്ന് ഒക്കെ നടത്തിയിട്ടുള്ള മമ്മൂക്കാക്കെതിരെയൊക്കെ നടത്തിയിട്ടുള്ള ചില സംഭവങ്ങളും ശേഷം അതെന്തിനാണ് അയാൾ ആ രീതിയിലുള്ള പരാമർശം നടത്തിയത് എന്നൊക്കെ എല്ലാവർക്കും പിന്നീട് മനസ്സിലായി. രത്തീന തന്നെ രംഗത്തേക്ക് വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. എന്തായാലും ഒരു വേട്ടാവളിയിൽ പറഞ്ഞ ചില വാക്കുകൾ കേട്ടുകൊണ്ട് പാർട്ടിയെ കടന്നാക്രമിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മനോരമയുടെയും മാതൃഭൂമിയുടെയും ചേതവ് വികാരം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വലതുപക്ഷ മാധ്യമങ്ങളായിട്ടുള്ള ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചില വ്യാജ പ്രചരണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാർട്ടിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കണം. കഴിഞ്ഞ തവണയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നിരവധി ഇതുപോലുള്ള ഉണ്ടയില്ല വെടികളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിരുന്നു. എന്തായാലും ഇന്ന് മാതൃഭൂമി പത്രത്തിന്റെ ആ വ്യാജ വാർത്ത പൊളിച്ചടക്കിക്കൊണ്ട് ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുള്ള വാർത്തയുടെ കുറച്ച് ഭാഗങ്ങൾ വായിക്കാതെ വയ്യ. ഇങ്ങനെയാണ് ദേശാഭിമാനി ഇന്ന് കൊടുത്തത്. എന്താണ് പറയുന്നത്? മാതൃഭൂമി വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നത് രഹസ്യരേഖയല്ല, അസൽ വ്യാജരേഖ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗം കൂടി ഞാൻ വായിക്കാൻ കേട്ടോ. ഒരാൾ PBക്ക് അയച്ച പരാതിയാണ് മാതൃഭൂമിക്ക് പാർട്ടി രേഖ. ഇതാകട്ടെ വളരെ നേരത്തെ പരാതിക്കാരൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതും. 2022 പരാതി നൽകിയ കാര്യം ചെന്നൈയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തന്നെ ഈ വ്യവസായി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു എന്ന് മാതൃഭൂമി സമ്മതിക്കുന്നു. പരാതിക്കാരൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് അങ്ങനെ മാതൃഭൂമിക്ക് രഹസ്യ രേഖയാകുന്നു. വാർത്തയിലെ ഉള്ളടക്കത്തെ അതേ വാർത്തയിൽ തന്നെ നിഷേധിക്കുന്ന അപൂർവ കാഴ്ച. വ്യാജ വാർത്ത സൃഷ്ടിക്കാനുള്ള വിഭ്രമത്തിനിടയിൽ ചെന്നൈയും മധുരയും തിരിച്ചറിയാത്ത സ്ഥിതിയായി ലേഖകന്. ചെന്നൈയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് എന്നാണ് പ്രയോഗം. പാർട്ടി കോൺഗ്രസ് ചെന്നൈയിലല്ല മധുരയിലായിരുന്നു എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിചിത്ര വാർത്തകൾ കൂടി ഞാൻ വായിക്കാൻ കേട്ടോ. UK വ്യവസായിയും CPM അംഗവുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരായി ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് PBക്ക് നൽകിയ കത്ത് പുറത്തു വന്നത് CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. കത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 നേതാക്കളിൽ ഒരാൾ MB രാജേഷ്. എന്തൊക്കെയാണ് കഥ? എന്നാൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഒരു നിലവിലെ അയാളുടെ പശ്ചാത്തലം എന്താണ്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നൊന്നും മാധ്യമങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ടൊന്നും അല്ല. അറിയാം, അവർക്ക് നന്നായിട്ട് അറിയാം അയാൾ ആരാണെന്ന്. കാരണം അയാൾ ഒരു വിവാദ വ്യവസായിയാണ്. നേരത്തെ ഈ വിവാദ വ്യവസായി പല രീതിയിൽ മാധ്യമങ്ങളിൽ ഇങ്ങനെ കയറിപ്പറ്റി രത്തീനെ ആക്രമിക്കാൻ വേണ്ടിയൊക്കെ നടത്തിയിട്ടുള്ള പല പ്രഹസനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുഹമ്മദ് ഷർഷാദ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ രത്തീന തന്നെ പൊളിച്ച സ്ഥിതിക്ക് ഇനിയും മാധ്യമങ്ങൾ ഈ വിഷയത്തിലൊരു ചർച്ച നടത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച നടത്തും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് പ്രത്യേകിച്ച് വേറെ ഇരയും വേറെ വ്യാജ വാർത്തയൊന്നും ഈ സമയം വരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ 2 ദിവസം കൂടി ഇതിങ്ങനെ ഉന്തിത്തള്ളി നടക്കുമായിരിക്കും. ശേഷം പുതിയൊരു വ്യാജ വാർത്ത കിട്ടുമ്പോൾ അവർ അതുമായിട്ട് പോകുമായിരിക്കും. എന്നാലും വല്ലാത്തൊരു ഗതികേട് തന്നെ മനോരമയെ, വല്ലാത്തൊരു ഗതികേട് തന്നെ മാതൃഭൂമി നിങ്ങളുടെ എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.